പ്രഷർ കറക്റ്റ് ആയ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കട്ടായിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് ഇതിൽ നിന്ന് പൊടിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഫുൾ ചാർജ് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രോഡക്റ്റ് വാഹനം ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും, ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. ആ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത്യാവശ്യം നമുക്ക് കാറ്റടിക്കാം, ബാറ്ററി ഇറങ്ങിപ്പോയി അത്യാവശ്യം വണ്ടി സ്റ്റാർട്ട് ആക്കാം, ലൈറ്റ് ഉണ്ട്, പവർ ബാങ്ക് ഉണ്ട്. 6 ഉപയോഗങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വാക്യൂം ക്ലീനർ ആയിട്ട് വരെ നമുക്കിത് യൂസ് ചെയ്യാം. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്ത് കാണാം. കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം ഒന്നും പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ പാഴ്സൽ വന്നത് ഇങ്ങനെയല്ലായിരുന്നു. ഫ്ലിപ്കാർട്ടിന്റെ ഡെലിവറി ആയതുകൊണ്ട് ജസ്റ്റ് അവരൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പരിശോധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് അതിന്റെ ബോക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഫീച്ചറുകളൊക്കെ. 6-in-1 ആണ്. അതേപോലെ ജംപ് സ്റ്റാർട്ട്, വാക്യൂം ക്ലീനർ, അതേപോലെ 8000 mAh ബാറ്ററി ഉണ്ടെന്ന് പറയുന്നു. 6 ലിറ്റർ പെട്രോൾ എഞ്ചിനും 3 ലിറ്റർ ഡീസൽ എഞ്ചിനും സ്യൂട്ടബിൾ ആയ ഒരു പ്രോഡക്റ്റ് ആണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലെ വാറന്റി കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള QR കോഡിന്റെ ഒക്കെ ഒരു ഇത്, പിന്നെ ഒരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഡിവൈസ് മൊത്തമായിട്ട് ഉള്ളത് ഈ ഒരു കേസിലായിട്ടാണ്. ബ്രാൻഡ് നെയിം ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈ കമ്പനീന്റെ അല്ലാണ്ട് പോർട്ടോണിക്സ് അങ്ങനെയുള്ള കമ്പനീന്റെ ഒക്കെ കിട്ടും. ഇതിനെക്കാട്ടിലും വില കുറഞ്ഞ പോർട്ടോണിക്സ് സെയിം മോഡലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്തു നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതേപോലെ മെഷീൻ ഇവിടെയുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് അനുബന്ധ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടയറിലൊക്കെ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹോസ് ആണ്. ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ജമ്പർ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവും നെഗറ്റീവ് പിന്നുകളും, അതേപോലെ ഇവിടെ ഒരു അഡാപ്റ്റർ പോലത്തെ ഒരു സാധനമുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ ഒക്കെ കാണിക്കും. മാത്രമല്ല ഇതിനുള്ള റിവേഴ്സ് ചാർജിങ് അങ്ങോട്ട് കയറാണ്ടിരിക്കാനൊക്കെയുള്ള ഡിവൈസ് ആണ്. ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ്, പിന്നെ ഇതുപോലെ 2 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ബ്ലോവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്ലോവറിലേക്ക് വേണ്ടിയിട്ട് ഇത് കണക്ട് ചെയ്തതിന് ശേഷം എയർ ഇതിലൂടെ അടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെക്കാം. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇത് ചാർജ് ചെയ്യാനും ഇതിന്ന് ഔട്ട് എടുക്കാനും സാധിക്കുന്ന വിധത്തിൽ C ടൈപ്പ് USB കേബിൾ ഉണ്ട്. അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റ ലോക്കൽ അല്ല, സാധാരണ യൂണിറ്റിന്റെ ഒപ്പം വരുന്ന പോലത്തെ പറ്റ ലോക്കൽ അല്ല. അത്യാവശ്യം നല്ലൊരു കേബിള് അതിന്റെ ഒപ്പം തന്നിട്ടുണ്ട്. പിന്നീട് ഇതിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള 2-3 ഫിറ്റിംഗ്സ് ആണ്. ഇത് ഫുട്ബോളിലൊക്കെ എയർ അടിക്കാനും അതേപോലുള്ള പല സൈക്കിളിൽ മറ്റും അടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചെറിയ ചെറിയ ആക്സസറീസ് ആണ്. ഇത് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് മെയിൻ യൂണിറ്റ് പരിശോധിക്കാം. ഇത് നമ്മുടെ മെയിൻ ഐറ്റമായ യൂണിറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. സംഭവം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബ്രാൻഡ് നെയിം ഒക്കെ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇങ്ങനെ 1, 2, 3, 4, 5 സ്വിച്ചുകളുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർ അടിക്കുന്ന കണക്ഷൻ, അതായത് ട്യൂബ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ ഇവിടെ ഒരു A ടൈപ്പ് കണക്ടർ ഉണ്ട്. അതേപോലെ C ടൈപ്പ് കണക്ടർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചാർജ് ഇന്ന് കൊടുക്കാനും അതേപോലെ ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ടർ കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് 6-in-1 ജമ്പ് സ്റ്റാർട്ടർ എന്നാണ് ഇതിന് പറയുന്നത്. 15 വോൾട്ട് DC ബാറ്ററി കപ്പാസിറ്റി, 8000 mAh ആണ് വരുന്നത്. മാക്സിമം സക്ഷൻ പവർ വന്നിട്ട് 5000 PA വരുന്നുണ്ട്. അതേപോലെ മാക്സിമം കറണ്ട് 1000 ആംപിയർ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അതിന്റെ മെഷർമെന്റ് എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇതാണ് വാക്യൂം ക്ലീനർ ആയിട്ട് ഉപയോഗിക്കുന്ന സൈഡ്. ഈ ട്യൂബ് നമുക്ക് ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇത് അതുപോലെ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതിലെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. യൂണിറ്റ് അടിപൊളിയാണ്. അതേപോലെ ഇത് ഇങ്ങനെ തൂക്കി പിടിച്ച് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഈ ബ്ലോവറിന് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇതിന്റെ പവർ സ്വിച്ച് വന്നിട്ടുള്ളത്. നമുക്ക് പവർ ഓൺ ചെയ്യാം. സംഭവം പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ബാറ്ററിന്റെ പെർസെന്റേജ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഏത് മോഡിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ടോർച്ചിന്റെ ഫംഗ്ഷനൊക്കെ നോക്കാം. ലൈറ്റിന്റെ സ്വിച്ച് നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോർച്ച് ഇതുപോലെ വർക്ക് ആകുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നെക്കിയാൽ നമുക്ക് SOS മോഡിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ മോഡുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഈ സിമ്പിൾ ശരിക്കും ബ്ലോവറിന്റെ ആണ്. നമുക്ക് ബ്ലോവർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ബ്ലോവർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ
ബ്ലോവർ ഇതുപോലെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ കണക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ AC വെന്റിലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ഉപയോഗിക്കാം. അതേപോലെ പൊടിയൊക്കെ തൊട്ടാൽ അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോർഡിലേക്കൊക്കെ മറ്റും കാറ്റടിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമുക്ക് വേണ്ട പ്രഷർ സെറ്റ് ചെയ്തതിന് ശേഷം ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അതേപോലെ സൈക്കിളിൽ എയർ അടിക്കാനുള്ള ഫംഗ്ഷനാണിത്. ബൈക്കിലേക്കൊക്കെ എയർ അടിക്കാനുള്ള ഫംഗ്ഷൻ ഇതാണ്. കാറിലേക്ക് ഇങ്ങനെ. അതുകൂടാതെ മാനുവലായിട്ട് നമുക്കിത് സെലക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇതിലുള്ളത്. കാറ്റടിക്കുവാനായിട്ട് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ അറ്റാച്ച്മെന്റ് ഇതിൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ സ്വിച്ച് വയ്ക്കാം. നമുക്ക് ഇതുപോലെ C ടൈപ്പ് USB കേബിൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചാർജ് ചെയ്യാവുന്നതാണ്. ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ബാറ്ററിന്റെ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡാറ്റ കേബിൾ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ഫാസ്റ്റ് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറുകളും മറ്റും ജംപ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഈ പിന്നാണ് കണക്ട് ചെയ്യേണ്ടതുള്ളത്. കണക്ട് ചെയ്യുന്ന കണക്ഷൻസ് ഒന്നും മാറിപ്പോകൂല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചെത്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇങ്ങനെ കണക്ട് ചെയ്ത് വണ്ടിയിലേക്ക് കണക്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ലൈവായിട്ട് നമുക്കിത് നമ്മുടെ കാറിലൊന്ന് ഇത് പരിശോധിച്ച് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നോക്കാം. നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വാക്യൂം ക്ലീനർ എങ്ങനെ കാറിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതേപോലെ ബ്ലോവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇത്ര കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. നമ്മളപ്പോൾ ആദ്യം കാറിലെ ജംപ് സ്റ്റാർട്ട് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിന് ഇപ്പോൾ നിലവിൽ നമ്മുടെ ബാറ്ററി നല്ല ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് ഈ ബാറ്ററി മാറ്റിയിട്ട് സ്ക്രാപ്പ് കടയിൽ നിന്ന് കിട്ടിയ ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യുക. ഇതിൽ എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 1184 വോൾട്ടേ ഉള്ളൂ. ഈ ബാറ്ററി ഈ കാറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലോ ബാറ്ററി ആയിരിക്കും, സെൽഫ് കിട്ടൂല. അപ്പോൾ നമുക്ക് ജമ്പർ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ എത്രയുണ്ടെന്നും കൂടെ നോക്കിക്കളയാം. ഉണ്ടോ 1246 ഉണ്ട്. കുറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു 12 ഉണ്ടെങ്കിൽ സെൽഫ് എടുക്കുകയുള്ളൂ. നമ്മൾ അതിന് വേണ്ടി പഴയ ബാറ്ററി ജസ്റ്റ് ലൂസ് ആക്കിയിട്ട് ഒഴിവാക്കുകയാണ്. പഴയ ബാറ്ററി മീൻസ് കാറിലുള്ള ബാറ്ററി. നമ്മളപ്പോൾ പഴയ ബാറ്ററി ഇതിൽ കുടുക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് സെൽഫ് അടിച്ചു. ഈ പഴയ ബാറ്ററിയിൽ അടിച്ചു നോക്കി കിട്ടുന്നില്ല. ഈ സ്ഥിതിയിൽ നമ്മൾ ജമ്പർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആദ്യം എടുക്കേണ്ടത് ഈ ജമ്പറിന്റെ ഈ കണക്ടർ നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഈ അഡാപ്റ്റർ ഭാഗം നമ്മൾ ഇതിലേക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ ബസറോട് കൂടി ഇത് ഓണാവും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിൽ റെഡും ഗ്രീനും ആയിട്ട് കത്തുന്ന. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പച്ച കത്തിയതായിട്ട് കാണാം. അപ്പോൾ ഈ പച്ച കത്തിയിരിക്കുന്ന സമയത്ത് സെൽഫ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇനി നമുക്കത് സെൽഫ് ചെയ്ത് നോക്കാം. വണ്ടി വളരെ കൂളായിട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടെ ഓഫാക്കിയതിന് ശേഷം ഒന്നും കൂടെ സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ ഒന്നും കൂടെ സെൽഫ് കൊടുത്ത് നോക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വളരെ സക്സസ് ആയിട്ട് നമുക്ക് ഈ ഡിവൈസിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് ടെസ്റ്റ് ഓക്കെ ആണ്. നമുക്ക് അടുത്തത് ചെക്ക് ചെയ്തോ. അപ്പോൾ നമ്മൾ ഇത് ഡിസ്കണക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിന്റെ എയർ കംപ്രസർ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊരു പഴയ ഫുട്ബോളാണ്. എന്തായാലും ആദ്യം ഇതിലേക്ക് അടിച്ചു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ട്യൂബ് എടുത്തിട്ടുണ്ട്. ആ ട്യൂബ് നേരെ നമ്മൾ ഇതിന്റെ പോർട്ടിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുട്ബോളിലേക്ക് അടിക്കണമെങ്കിൽ വേറൊരു നോസിൽ പോലത്തെ ഒരു കണക്ടർ ആവശ്യമാണ്. ഇതിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ കണക്ടർ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഫുട്ബോളിലേക്ക് കയറ്റി വെക്കാം. പിന്നെ നമ്മുടെ സിസ്റ്റം ഓൺ ആക്കാം. നമുക്ക് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഫുട്ബോളിന്റെ എംബ്ലം വരുന്നത് സെലക്ട്. ഇതാണ് ഫുട്ബോളിനുള്ള. നമുക്ക് ഇനി ഓൺ ആക്കി നോക്കാം. ഫുട്ബോൾ കാറ്റായിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോളിൽ അടിക്കാം. നമുക്കതിന് നമ്മുടെ ടയറിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു. ടയറിന്റെ കാറ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെപ്പിലുള്ള എയർ നമ്മൾ ഔട്ടാക്കി കളയാണ്. ഏകദേശം ഫുള്ള് തന്നെ നമുക്ക് ഔട്ടാക്കി കളയാം. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഇതിലെ ഏകദേശം എയറെല്ലാം കളഞ്ഞു. ഈ ടയർ അമരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് കാറ്റടിച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ ഓണാക്കുന്നു. ഇവിടെ ഇത് സൈക്കിളിന്റെ ചിഹ്നം വന്നു, ബൈക്കിന്റെ വന്നു, കാറിന്റെ ചിഹ്നം വന്നു. അതിൽ 2.5 എന്നാണ്. നമുക്കത് ഓണാക്കി നോക്കാം. ക്ലിപ്പ് കണക്ട് ചെയ്യുന്നു. നമ്മൾ പവറിന്റെ സ്വിച്ചിൽ വെക്കുന്നു.
ഇതിലിപ്പോൾ കാറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ടൈം എടുക്കും. ഇതിൽ വേണമെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ എത്ര ബാർ പ്രഷറാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുകയാണ് എത്ര നേരം കിട്ടുന്നത്. 3 സെൽഫ് അടിച്ചു, അതിനുശേഷം ബാറ്ററി ചാർജ് ഇത്രയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്രഷർ കറക്റ്റ് ആയ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കട്ടായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സിസ്റ്റം. നമ്മൾ അതിന്റെ പ്രഷർ എത്രയാ ഓരോ വണ്ടിക്കും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ ടയറിൽ നമുക്ക് കാറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടയറിന് കാറ്റടിച്ചു, ഫുൾ കാറ്റായി. നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ കറക്റ്റ് പ്രഷർ ആകുമ്പോൾ സംഭവം ഓഫ് ആകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്ര ചാർജ് ഇതിൽ കുറഞ്ഞു എന്നൊന്നും നോക്കണ്ടേ, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ചെറിയൊരു മഴ വന്നുകൊണ്ട് ഞങ്ങൾക്ക് കാറിലേക്ക് കയറേണ്ട വന്നു. ഓൺ ആയിട്ടുണ്ട്, നമുക്കിത് കാണാം. ഇപ്പോഴും ഫുൾ ചാർജ് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യേണ്ട ഇതിന്റെ വാക്യൂം ക്ലീനർ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വാക്യൂം ക്ലീനറിന്റെ ഈ ഹോസ് ഇതിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഫംഗ്ഷൻ മാറ്റണമല്ലോ, നമുക്ക് ഈ ഒരു സിമ്പിളാണ് ഇതിൽ വരേണ്ട. ആ സമയത്ത് ഈ പവർ സ്വിച്ചിൽ ഓണാക്കി കൊടുത്താൽ മതി. നമുക്കിനി ഈ ഗിയറിന്റെ ഇവിടേക്ക് നിങ്ങൾക്ക് കാണാം നല്ലപോലെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് വാക്യൂം ചെയ്യാൻ പറ്റുമെന്നാണ് ഒന്ന് നോക്കുന്നത്. നമുക്ക് സംഭവം ഓണാക്കാം. ഇതിലെ പൊടി കാര്യങ്ങളൊക്കെ വലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിന്റെ ആ ഫിൽറ്ററിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നത്. അത്യാവശ്യം പൊടിയൊക്കെ വലിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ഡാഷിന്റെ ഉള്ളിലുള്ള ഈ ഡസ്റ്റുകളൊക്കെ ഒന്ന് വലിച്ചു നോക്കാം. ആ ഡാഷിനകത്തുണ്ടായിരുന്ന ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വലിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ബ്ലോവർ ജസ്റ്റ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. എയർ വെന്റിലേക്കൊക്കെ നമുക്കൊന്ന് പ്രഷർ അടിച്ചു നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് ഊരി കളയാനി, ഊരി മാറ്റിയിട്ട് അതിന്റെ അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ പിടിച്ച ഡസ്റ്റുകളാണ്. നല്ല പോലെ നമുക്ക് ഇതിൽ പൊടിയൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 6-in-1 വാക്യൂം ക്ലീനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ടോർച്ചിന്റെ ഫംഗ്ഷനൊക്കെ ഇതിൽ വർക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം കാറ്റ് പോയാലൊന്ന് കാറ്റ് നിറയ്ക്കാനും. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങിക്കോളാം. നല്ലൊരു പവർ ബാങ്കും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കൊരു യാത്രയ്ക്കൊക്കെ പോകാൻ നേരത്ത് ഇതൊന്ന് വണ്ടി കരുതുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ അത് കമന്റായിട്ട് എഴുതിയേക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമന്റിലും നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഫറിൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.